ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പേരിൽ കോൺഗ്രസും അസം സർക്കാരും തമ്മിൽ പോര് തുടരുന്നു. രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും ഗുവാഹത്തിയിൽ പര്യടനം നടത്താൻ അസം പോലീസ് അനുമതി നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യായ് യാത്രയ്ക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമാകും. ഈ മാസം 30-നാണ് യാത്ര ബീഹാറിൽ പ്രവേശിക്കുക. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഈ അസം സർക്കാരാണ് ശക്തമായ എതിർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ യാത്രയ്ക്കെതിരെ. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഈ യാത്രയ്ക്ക് എതിരെ സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ? എങ്ങനെ നേരിടാനാണ് കോൺഗ്രസിന്റെ ആലോചന? വേണു, ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ട അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചത് യാതൊരു തടസ്സവും റാലിക്ക് ഈ അസമിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ നിലവിൽ ഇപ്പോൾ ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ യാത്ര മേഘാലയയിൽ പര്യടനം നടത്തുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി പഹംസിയയിലെ പദയാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഈ ആസാമിലേക്ക് തന്നെയാണ് തിരിച്ചെത്തുന്നത്. തുടർന്ന് അസാമിലെ ഗുവാഹത്തിയിലേക്ക് പ്രവേശിക്കാനിരിക്കെ അവിടെ അനുമതിയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ യാത്രയ്ക്ക് കൂടുതൽ സുരക്ഷ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. അതായത് യാത്രയിൽ നിന്ന് പിന്മാറുമോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഇതുവരെയും കോൺഗ്രസിന്റെ ഒരു തരത്തിലുള്ള വിശദീകരണവും വന്നിട്ടില്ല. യാത്രയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്നും അറിയിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഈ സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഈ അസമിലെ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു. ഒപ്പം പോലീസുകാർക്കെതിരെ കേസെടുത്ത രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത നടപടിയിലും വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ന് ഗുവാഹത്തിയിലെ നഗരത്തിലേക്കുള്ള പ്രവേശനം കൂടി നിഷേധിച്ചിരിക്കുകയാണ്. മറ്റൊരു ഇതിലെ സുപ്രധാന വിഷയം എന്നുള്ളത് ഈ യാത്ര ബീഹാറിലേക്ക് കടക്കുമ്പോൾ 29-ാം തീയതി രാത്രിയോടുകൂടി പശ്ചിമ ബംഗാളിൽ നിന്നും പര്യടനം പൂർത്തിയാക്കിയ യാത്ര ബീഹാറിലേക്ക് കടക്കുകയാണ്. ഈ ബീഹാറിൽ യാത്ര കടക്കുമ്പോൾ നിതീഷ് കുമാറും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ഈ യാത്രയിൽ പങ്കെടുക്കുമെന്ന് ഇപ്പോൾ ബീഹാറിലെ PCC അധ്യക്ഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ യാത്രയുടെ ഭാഗമാകും. ഈ യാതൊരു അഭിപ്രായ ഭിന്നതകളും ഇല്ല എന്നൊരു സന്ദേശം കൂടി നൽകുവാനാണ് ഇത്തരമൊരു നീക്കം കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. എന്നാൽ മറ്റൊരു ചോദ്യമായി ഇപ്പോൾ ഉയരുന്നത് ഈ ബംഗാളിലേക്ക് യാത്ര കടക്കുമ്പോൾ 27-ാം തീയതി ബംഗാളിലേക്ക് യാത്ര കടക്കുമ്പോൾ മമതാ ബാനർജി ഈ യാത്രയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കാരണം നേരത്തെ ഈ യാത്രയുടെ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഉദ്ഘാടന വേദിയിൽ തൃണമൂലിന്റെ പ്രതിനിധികൾ അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ തൃണമൂൽ യാത്രയോടൊപ്പം ചേരുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ഇതിൽ കാരണം സംസ്ഥാനത്തെ കോൺഗ്രസും തൃണമൂലും എതിർചേരികളിൽ നിന്ന് പോരാടുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇരു പാർട്ടികളും പരസ്പരം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ മമത റാലിയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നിലവിൽ ബീഹാർ PCC അധ്യക്ഷൻ അറിയിച്ചത് പ്രകാരം ബീഹാറിലെ എല്ലാ പാർട്ടികൾക്കും BJP ഉള്ള എല്ലാ പാർട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷണം നൽകിയിട്ടുണ്ട്. ആ ക്ഷണത്തിന്റെ ഭാഗമായാണ് നിതീഷ് കുമാറും തേജസ്വി യാദവും യാത്രയിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ തേജസ്വി യാദവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ സ്വത്ത് കേസിൽ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിന് ഹാജരാകാൻ ഇടിക്ക് മുന്നിൽ ഹാജരാകാനുള്ള ഡേറ്റായി ദിവസം അനുവദിച്ച് നൽകിയിരിക്കുന്നത് 29-നും 30-നും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ആ സമരത്തിനെ അവഗണിച്ചുകൊണ്ടായിരിക്കും തേജസ്വി യാദവ് ഈ യാത്രയുടെ ഭാഗമായി എത്തുക. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.